കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU പീഡന കേസിൽ മെഡിക്കൽ കോളേജ് അധികൃതർക്ക് വീഴ്ച പറ്റിയെന്ന് മനുഷ്യാവകാശ കമ്മീഷന്റെ അന്വേഷണ റിപ്പോർട്ട്. മെഡിക്കോ ലീഗൽ കേസുകൾ കൈകാര്യം ചെയ്ത് പരിചയമില്ലാത്ത ഡോക്ടറാണ് വൈദ്യപരിശോധന നടത്തിയതെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഡോക്ടർ പ്രീതിക്കെതിരെ താൻ ഉന്നയിച്ച ആരോപണം ശരിയാണെന്ന് കമ്മീഷന്റെ അന്വേഷണ റിപ്പോർട്ടിലൂടെ വ്യക്തമായെന്ന് അതിജീവിത പറഞ്ഞു. റിപ്പോർട്ട് കിട്ടിയിട്ടും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ന്യായീകരണങ്ങളോ അല്ലെങ്കിൽ അവർക്കെതിരെ എന്തെങ്കിലും ഒരു നടപടി എടുക്കുകയോ ചെയ്തിട്ടില്ല. അതിലാണ് സങ്കടമുള്ളത്. എന്താണെന്ന് വെച്ചാൽ അവരുടെ ഭാഗത്ത് നിന്നുള്ള ഒരാളായിരിക്കാം ഇതിൽ പ്രതിയായിട്ടുള്ളത്. അല്ലെങ്കിൽ ഈ ഡോക്ടേഴ്സൊക്കെ അവരുടെ ആളുകളോ സർക്കാരിൻ്റെ ആളുകളോ അവരുടെ ഒരു ഭാഗത്ത് നിന്ന് തെറ്റുണ്ടെന്ന് സമ്മതിച്ചാൽ സർക്കാരിന് തന്നെ നാണക്കേടാണല്ലോ. അതുകൊണ്ടായിരിക്കാം അത് അവർ ഒരു തരത്തിലും എനിക്ക് നീതി തരാത്തത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICUവിൽ തൈറോയ്ഡ് ശസ്ത്രക്രിയ കഴിഞ്ഞ് അർദ്ധബോധാവസ്ഥയിലായിരുന്ന യുവതിയെ അറ്റൻഡർ പീഡിപ്പിച്ച സംഭവത്തിലാണ് മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണ വിഭാഗം DYSP അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കിയത്. അതിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതർക്കെതിരെ ഗുരുതരമായ കണ്ടെത്തലുകൾ ഉള്ളത്. ഗൗരവകരമായ കേസായിട്ടും പരിചയസമ്പത്തുള്ള ഡോക്ടറെ കൊണ്ട് പരിശോധിക്കുന്നതിൽ വീഴ്ചയുണ്ടായി. വൈദ്യപരിശോധനയ്ക്കായി പോലീസ് നൽകിയ അപേക്ഷയിൽ കേസിന്റെ ഗൗരവം ഉൾപ്പെടുത്തിയിരുന്നു. എന്നാൽ മെഡിക്കൽ കോളേജ് അധികൃതർ ഈ അപേക്ഷ ഗൗരവത്തിലെടുത്തില്ലെന്നും മനുഷ്യാവകാശ കമ്മീഷന്റെ അന്വേഷണ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. താൻ ഉന്നയിച്ച ആരോപണം ശരിയാണെന്ന് തെളിഞ്ഞെന്ന് അതിജീവിത പ്രതികരിച്ചു. സർക്കാരിന്റെ ഭാഗത്തുനിന്നും തനിക്കൊരു നീതിയും ലഭിച്ചിട്ടില്ല. IGയുടെയും മനുഷ്യാവകാശ കമ്മീഷനെയും റിപ്പോർട്ട് പരിഗണിച്ച് നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുമെന്നും അതിജീവിത പറഞ്ഞു. ഞാൻ കൊടുത്ത ഒരു പരാതി ഉണ്ടായിരുന്നു ഡോക്ടർ പ്രീതിക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷനിൽ. അപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ആരോപിച്ച കാര്യങ്ങളൊക്കെ സത്യമാണെന്നും അതിൻ്റെ ഒരു നിഗമനങ്ങൾക്ക് എല്ലാവർക്കും നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ അതിൽ ഇതുവരെ ഒരു നീതി എനിക്ക് ലഭിച്ചിട്ടില്ല. IG കണ്ടുപിടിച്ചതും ഇത് തന്നെയാണ്. IGക്ക് കൊടുത്ത പരാതിയിൽ ഡോക്ടർ പ്രീതിൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റുണ്ടെന്ന്. പക്ഷേ ഇതുവരെ അതിനൊരു നടപടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. എവിടെയും അതിജീവിതകൾക്കൊരു നീതി ലഭിക്കില്ലെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. നേരത്തെ സംഭവത്തിൽ ഡോക്ടറെ ന്യായീകരിച്ചിരുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അധികൃതരുടെ വാദം തെറ്റാണെന്ന് അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നതോടെ വ്യക്തമായി. ഡോക്ടർ പ്രീതിക്കെതിരെ ഈ വിഷയത്തിൽ ആരോഗ്യവകുപ്പ് എന്ത് നടപടി സ്വീകരിക്കുമെന്നതാണ് ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.